ന്യൂസ് മോർണിംഗിലേക്ക് അപ്പോൾ യുപിയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. യുപിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 2 ഭീകരർ അറസ്റ്റിലായിരിക്കുന്നു. കൃഷ്ണ മിശ്ര, ഡാനിയൽ അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. പാക് ചാര സംഘടനയായ ISIക്കായി പ്രവർത്തിച്ചവരാണ് ഇരുവരും. പ്രധാന നഗരങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി എന്നാണ് പോലീസ് പറയുന്നത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, അവർ ഇന്ത്യൻ പൗരന്മാർ ഇപ്പോൾ എന്തൊക്കെ വിവരമാണ് പോലീസ് പറയുന്നത്? ഗോരഖ്പൂർ സ്വദേശികളായിട്ടുള്ള 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ATSന്റെയും പോലീസിന്റെയും സംയുക്തമായിട്ടുള്ള പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി 1ാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്യത്ത് വലിയ ജാഗ്രതയാണ് പുലർത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ATSും എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസുകളും വിവിധ മേഖലകളിൽ അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ ആളുകളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുള്ള 2 പേരെയാണ് UPയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണ മിശ്ര, ഡാനിയൽ അഷ്റഫ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ പാകിസ്ഥാനിലെ ഭീകരരുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ATS വ്യക്തമാക്കിയിരിക്കുന്നത്. പാക് ഭീകരനായിട്ടുള്ള ഷഹസാദ് ഭാട്ടിയുമായി ഈ ഭീകരർ നിരന്തരം ബന്ധപ്പെടുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തന്നെയും രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ATS അറിയിച്ചിരിക്കുകയാണ്. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കാനുള്ള പദ്ധതിയായിരുന്നു ഈ ഭീകരർ ഇട്ടിരുന്നത്. പാകിസ്ഥാൻ ഭീകരർക്ക് ഇവർ പ്രാദേശിക തലത്തിൽ നിന്ന് സഹായം നൽകിയതിന്റെ രേഖകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും അതോടൊപ്പം ആയുധങ്ങളും പിടികൂടി എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ ഇത്തരത്തിൽ ഈ ഭീകരത അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഇത്തരത്തിൽ പ്രലോഭനപ്പെടുത്തുകയും പിന്നീട് ഈ സംഘത്തിൽ അംഗങ്ങളാക്കാനുള്ള ശ്രമം ഇരുവരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ATS വ്യക്തമാക്കിയത്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികമാണ് ഇന്നുള്ളത്. പഞ്ചാബിലെ സ്ഫോടനമടക്കമുള്ള സാഹചര്യത്തിൽ കനത്ത ജാഗ്രത തുടരണമെന്നുള്ള കാര്യം ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയവും സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.